അത് നേരം വെളുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. അത് ഇന്നലെ മുതൽ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ പോലീസിന് അനാസ്ഥ നടക്കുന്നുണ്ട്. അത് കാരണം പല ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എവിടുന്ന് വരുന്നോ? ഞാൻ ഇവിടെ അടുത്ത് തന്നെ. ഇതിൽ വലിയൊരു ബുദ്ധിമുട്ട് പൂരപ്രേമികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. തീർച്ചയായും എല്ലാ പൂരപ്രേമികൾക്കും ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വിഷയങ്ങൾ നിരന്തരമായിട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? ഇത് കാലങ്ങളായിട്ട് പൂരങ്ങളെ തകർക്കുക എന്നുള്ളത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ നല്ല സ്ഥലങ്ങളിലും പൂരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന വിഷയം, അതോടൊപ്പം വെടിക്കെട്ടിന് നിരോധനം ഏർപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൂരപ്രേമി എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് ആ ഒരു വിഷയം? ആനകളെ എഴുന്നള്ളിക്കുന്ന അതിൻ്റേതായ